ഓക്കെ, ഒരു പുതിയ സെറ്റപ്പാണ്. ഹെൽമെറ്റ് മാറ്റിയിട്ടുണ്ട്. പഴയ മറ്റേ ഹെൽമെറ്റിൽ എന്താ പറയുക, വെയിലടിക്കും. ഇതാകുമ്പോൾ ഷെയ്ഡുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഹെൽമെറ്റാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ പിന്നെ മൈക്ക് വയ്ക്കാൻ സംഭവമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മാസ്കിൻ്റെ അകത്ത് മൈക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഓർഡർ അടിച്ച് അടിച്ചാ 2 ഓർഡറാ. നേരത്തെ ഒരു ഓർഡർ അടിച്ചായിരുന്നു, ഇപ്പോൾ ഒരു ഓർഡർ, ഡബിൾ ഓർഡറാണ്. നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് അത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 83 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയണത് എത്ര കാണിച്ചില്ല. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയണത് മെയ് 5 ഇടയ്ക്ക്. ഒന്നായതുപോലെ ഇന്ന് 5 മണി. ഇപ്പോൾ കറക്റ്റായിട്ട് 12:15 12 തൊട്ട് 3 മണി വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടയ്ക്ക് നിൽക്കണം. വാ എൻ്റെ ഫേസ് കാണിച്ചില്ലല്ലേ, ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, സമയം വാ പോവാം. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടയ്ക്ക് നിൽക്കണം. സമയം ഒരു 15 ഓർഡർ അടിച്ച് ഇൻസെൻറ്റ് അടിക്കണം. ഇങ്ങനെ അല്ലേ? ഓക്കെ, സാറ് നമ്മൾ പകലിൽ ഇറങ്ങില്ല, രാത്രി മാത്രമേ ഇറങ്ങുള്ളൂ. പൈസയുടെ ആവശ്യമുണ്ടല്ലോ, എന്ത് ചെയ്യാൻ. പെട്ടെന്ന് ക്ലിപ്പായിരുന്നു, മണിക്കൂറായല്ലോ. ഇതൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ 10-15 മിനിറ്റ് ആവുമല്ലേ? ഓക്കെ, ഇനി എന്തുണ്ട്? ഷൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഷൂ കിടക്കണം. ബോഡി മൊത്തം കവർ ചെയ്തിരിക്കണം വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ മാസ്ക് ഇട്ടുകൊണ്ട് സംസാരിക്കാൻ പാടായിരുന്നു. കുഴപ്പമില്ല, നല്ല വെയിലില്ലെങ്കിൽ മറ്റേ ഹെൽമെറ്റ് ഉപയോഗിക്കായിരുന്നു, അതാകുമ്പോൾ ഈസി ആയിരുന്നു. ഓക്കെ, ഷൂ എല്ലാം കെട്ടി. വാണി പോയിട്ടാമേ. ഓക്കെ, പോവാം. പോയിട്ടാ. ഓക്കെ, ശരി. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഡബിൾ ഓർഡർ അടിച്ചിരിക്കണം. കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ പോകേണ്ടത് പൂജപ്പുര മെയിൻ റോഡ്. ഇവിടുന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമുണ്ട് ആസീസ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ പൂജപ്പുര എത്തിയിട്ടുണ്ട്. പൂജപ്പുര ജംഗ്ഷൻ. ഇവിടെ കൊണ്ട് വണ്ടി വയ്ക്കാം, ഈ സൈഡിൽ വയ്ക്കാം. ഓക്കെ, റെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ എടുക്കാം. 3371 9712 ഇത് തന്നെ. ഓക്കെ, ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ എടുത്തിട്ടുണ്ട്. ഓക്കെ, വാ. ഇവിടെ വണ്ടി അവിടെ വയ്ക്കണം. ഡമാല് ഡുമ്മയില് വെയിറ്റ് ചെയ്യണം. എന്നാ വെയിറ്റ് ചെയ്യണം. നമുക്ക് വൈകിട്ടണം. ഇന്നിപ്പോൾ കേട്ടു. അപ്പം കയറിക്കണം, നിന്ന് കഴിഞ്ഞാൽ നിൽക്കേണ്ടതന്നെ. ഓക്കെ, അപ്പോൾ സമയം കമോൺ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അടുത്തിടെ പഞ്ചാർമ ഹോസ്പിറ്റലാണ്. ഇവിടെ 450 മീറ്റർ ദൂരമേ ഉള്ളൂ, 1/2 കിലോമീറ്റർ പോലും ഇല്ല. കൊണ്ടുപോകുന്ന ഐറ്റം ഗോബി മഞ്ചൂരി ചപ്പാത്തിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ നമ്മുടെ നല്ല വെയിൽ, ചുട്ടു പൊള്ളുന്ന വെയിൽ. എൻ്റെ അമ്മോ, 35 ഡിഗ്രിയാണ്. ശ്വാസം കിട്ടില്ല. ആലോചിച്ച് നോക്ക്, ആ രീതിയിലാണ് വെയിലടിക്കണത്. ശ്വാസം കിട്ടുന്ന മെയിൻ കാര്യം മാസ്ക് ആണോ അല്ലേ? ഒന്നാമത് വെയിൽ, ചൂട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതിനോട് മാസ്ക് ഇടുമ്പോൾ ശ്വാസം കിട്ടുന്നില്ല. വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം, അത്ര തന്നെ. എന്ത് വെയിൽ വന്നാലും എന്ത് മഴ വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. പഞ്ചാർമ ഹോസ്റ്റൽ അല്ലേ, അവിടെയാണ് പോകേണ്ടത്. ഡുമില്. ഓക്കെ, ഇവിടെയാണ്. ഇത് തന്നെ കറക്റ്റ്. ഇതാണ് ലൊക്കേഷൻ, കറക്റ്റ് ആക്ച്വൽ ലൊക്കേഷൻ. ഇവിടെയാണോ? ഗായത്രി. ഓക്കെ ശരി. ഓക്കെ, അപ്പോൾ പോകുന്ന അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ എവിടെയാണത്? മൾട്ടി ഓർഡർ അല്ലേ? അടുത്ത് കൈമനത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ കൈമനാണ്. ഇവിടെ 2.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ കിഴി ബിരിയാണിയാണ്. ചിക്കൻ 65 കിഴി ബിരിയാണി. ഇതുപോലെ ശരിക്കും മരം ഉണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ? വെയിലടിക്കില്ലായിരുന്നു. ഉള്ള മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണി കെട്ടാൻ പോകണം, നോക്കിയോ. മരമാണ് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം അല്ലേ ഫ്യൂച്ചറിൽ. നമ്മളെ നാച്ചുറൽ നമ്മൾ അടുത്ത ജനറേഷന് അതേപോലെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലേ? അതല്ലേ കറക്റ്റായ കാര്യം. എന്തൊരു ബ്ലോക്ക് ഇത്, എന്ത് പറ്റി? കട്ട ബ്ലോക്കാണ് കുഞ്ചാലമൂട് ഭാഗത്ത്. ഒരു രക്ഷയില്ല. പെട്രോൾ അടിച്ചിട്ട് പോകുമ്പോൾ 200 രൂപയ്ക്ക് സ്കാൻ കോഡ്. ഓക്കെ, 200 അടച്ചിട്ടുണ്ടേ. ഇങ്ങനെ ഐശ്വര്യമായിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനി വേറെ വിഷയമൊന്നുമില്ല. നേരെ പോന്നാ. 200 രൂപയ്ക്ക് ഒരു 100 കിലോമീറ്റർ ഓടാം, കുഴപ്പമില്ല. ഒരു 12 മണിക്ക് വലിയ കുഴപ്പമില്ല, സത്യം പറയാലോ. 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ കടുക്കും, നല്ല വെയിലായിരിക്കും. അപ്പോഴാണ് ദേഹത്ത് വെപ്പൊക്കെ ഉണ്ടാവുന്നത്. ദേഹം ചൊറിയും, വെള്ളം ദാഹം, ക്ഷീണം എല്ലാം കൂടെ ചേർന്ന് വരും. അയ്യോ, ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ കഷ്ടമല്ലേ. ഓഫീസിനകത്ത് വർക്കാണെങ്കിൽ കുഴപ്പമില്ല, എ സി ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഫാനെങ്കിലും ഉണ്ട്. നമുക്ക് എ സി ഇല്ല, ഫാനും ഇല്ല, ഉള്ളത് വെയിൽ മാത്രമുണ്ട്. നല്ല സൂര്യൻ്റെ അടിപൊളി
ചുട്ടുപൊള്ളുന്ന വെയിൽ. എൻ്റെ അമ്മോ, ഞാൻ കുറേ ദിവസം പകൽ ജോലിക്ക് ഇറങ്ങിയില്ല, കാരണം എനിക്ക് വയ്യ, അതുകൊണ്ടാണ് മെയിൻ കാര്യം. സുഖമില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയായി. അതുമല്ല പൈസയുടെ ആവശ്യമുണ്ട് മെയിനായിട്ട്, കാരണം കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് ജോലിക്ക് ഇറങ്ങാത്തതുകൊണ്ട് ഫുൾ ലോസിലാണ്. അപ്പോൾ ഈ മാസം കുറേ കാര്യങ്ങളുണ്ട്, വീട്ടുവാടക കൊടുക്കണം, ലോൺ അടയ്ക്കണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പകലിൽ രാത്രി വർക്ക് ചെയ്താൽ മാത്രമേ കയ്യിൽ പൈസ വരുള്ളൂ. അതുകൊണ്ട് മടി പിടിച്ചിരുന്ന കാര്യമില്ല, ഇറങ്ങിയേ പറ്റൂ അല്ലേ. അതുകൊണ്ട് എണ്ണ കൽപ്പിച്ചിറങ്ങണം. അസുഖം വന്നാലും വന്നില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കട്ടയ്ക്ക് ജോലി ചെയ്യുക, ബാക്കിയുള്ളത് ദൈവം നോക്കിക്കോളൂ അല്ലേ. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പറയും പോലെ പോടാ അന്ത ആണ്ടവൻ നമ്മ കൂടെ ഇരിക്കണ്ട അല്ലേ, അതേപോലെ പോടാ ആണ്ടവനെ നമ്മ പക്കം ഇരിക്ക. ഓക്കെ, നമ്മളങ്ങനെ കൈമനെത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്, അമൃത നഗർ. അമൃത വിദ്യാലയം ഇവിടെ തന്നെ. വെയിലോട് വിളയാടി വെയിലോട് ഉളവാടിയില്ല ഉറവാടിയില്ലേ, വെയിലോട് മല്ലിക്കട്ടി ആട്ടം പോട്ടോമേ. ലൊക്കേഷൻ എത്താറായി. ഇവിടെ അതേനെ ഹൗസ് നമ്പർ 21, 22 ഇവിടെ തന്നെ. ഓക്കെ 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 ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 58 രൂപ 50 പൈസയാണ്. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ കരമന പോവാം. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. എവിടെ? കുമാർ കഫേയാ. അയ്യോ ലേറ്റാവോ? ശരി പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ഓർഡർ കുമാർ കഫേ. ഇവിടെ നിന്ന് ഒരു കറക്റ്റ് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ പോവാം. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം അല്ലേ. എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ ഈ ഭാഗത്ത്. ഓ ഇവിടെയൊക്കെ കംപ്ലീറ്റും പെയിൻ്റ് അടിച്ചു കേട്ടാ, ഡിവൈഡറിലൊക്കെ ചെടിയൊക്കെ മാറ്റിയാ അവർ. അതാണ് ഒരു പ്രത്യേക ലുക്കായിരിക്കും. നമ്മളങ്ങനെ കിള്ളിപ്പാലെത്തിയിട്ടുണ്ട്. കിള്ളിപ്പാല കുമാർ കഫേ. ഇതേത് പടം? നടികർ. ഓ ടോവിനോയുടെ പടം അല്ലേ നടികർ. ഇത്ര പടം റിലീസാവണം, ഒന്നും കാണാൻ പറ്റില്ല. എല്ലാ പടവും കാണണമെങ്കിൽ 1000 രൂപ വേണം അല്ലേ ഒരാൾക്ക് തന്നെ. ഓക്കെ റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. വാ. ഓക്കെ റെഡിയായി. 3546. എൻ്റെ അമ്മോ, ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല. ലൈഫ് കമോൺ ഗായ്സ്, കട്ടാക്കി. പേരെന്താണ്? വൈശാഖ്. ഓക്കെ, ഇപ്പോൾ എല്ലാം എന്നോട്ട് കാണാൻ തുടങ്ങി ഈ ചാനൽ? ദിവസമായില്ലേ? ഓ അങ്ങനെ വന്നല്ലേ. ഓക്കെ ഓക്കെ. ചിലർ ഷോർട്സ് കാണും, ചിലർ ഫുൾ വീഡിയോ കാണും. ബ്രോ അത് കാണും? കാണാം. അതാണ് വേണ്ടത്. താങ്ക് യു. അത് റവന്യൂ വരണം നമുക്ക്, ഇല്ലെങ്കിൽ റവന്യൂ വരില്ല. പോട്ടാ, ഓർഡർ അടിച്ചാ? ഓക്കെ, വെയിറ്റിംഗ് ആവും. 1/2 മണിക്കൂറാവും. എനിക്കൊരു 15 മിനിറ്റായി, കുഴപ്പമില്ല, കെട്ടി. അപ്പോൾ ഓക്കെ ബൈ, കാണാം. ശരി എന്നാൽ. നല്ല വെയിലുണ്ടല്ലേ, അപ്പോൾ ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കല്ലാട്ടുമുക്കാണ്. ഇവിടെ നിന്ന് 3.1 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഫിഷ് പൊതിച്ചോറ്, കണവത്തോരൻ, ഓംലേറ്റ് ആണ്. മണി ഇപ്പോൾ കറക്റ്റ് എത്ര മണി ആയിട്ടുണ്ട്? മണി ഇപ്പോൾ കറക്റ്റ് 1:20 ആയിട്ടുണ്ട്. നല്ല വെയിൽ തന്നെ കേട്ടോ. അയ്യോ ചൂട് സഹിക്കാൻ പാടുള്ളൂ. ശ്വാസം മുട്ടും. എന്ത് പറ്റി? ഇപ്പോൾ മൂക്കടപ്പായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇവിടേക്ക് റോഡ് ശരിയാക്കിട്ടെ, കൊള്ളാം. അതായത് ഒരു സൈഡ് ശരിയാക്കിയിട്ടുണ്ട്, ഇനി ആ സൈഡ് ശരിയാക്കുന്നുണ്ട്. ഇനി ആ ലെഫ്റ്റ് സൈഡ് കൂടെ റെഡിയായാൽ എല്ലാം ഓക്കെ ആവും. വിജയലക്ഷ്മി സ്റ്റോർ തുറന്നാ പാവം അടച്ചിരുന്നു കുറേ ദിവസം കൊണ്ട്. ലൊക്കേഷൻ എത്താറായി. ഇതാ അവിടെയാണ് തോന്നുന്നത്, ഒരു പാവം നിൽക്കണമല്ലോ. അത് തന്നെ. ഓക്കെ 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 ശരിയാ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 44 രൂപ 14 പൈസയാണ്. അപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ? അടുത്തത് മണക്കാട് പോലെ. ഇനി വെയിൽ വേണം. കമോൺ, എനിക്ക് പോരാ. എനിക്ക് വെയിലത്ത് ചുട്ട് പഴുക്കണം, കത്തണം, തീ കത്തണം. ഗോസ്റ്റ് റൈഡർ പോലെ അല്ലേ, ഗോസ്റ്റ് റൈഡർ. അടുത്ത ഓർഡർ അടിച്ചൊരു മിനിറ്റേ. സൗണ്ട് ഗ്രീൻ പിസ്താരി അടുത്തിന് ചെറിയ ഓർഡർ ആയിരുന്നു. ഒരു 8 കിലോമീറ്റർ അങ്ങ് പോയിട്ടില്ല, ഒരു അല്ലേ ലോങ് ഒക്കെ. വെള്ളം ദാഹിക്കണം. ജോലിക്കിറങ്ങി 1 മണിക്കൂർ പോലും ആയില്ല, അതിനും വെള്ളം ദാഹിക്കണം. ഗ്രീൻ പിസ്താരി എവിടെ? അവിടെ സംഭവം അടുത്തായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അകത്ത് പോയിരിക്കാം, ആസി ഉണ്ട്. വാ, അകത്തിരിക്കാൻ സമ്മതിക്കുമോ? വെളിയിലാണെങ്കിൽ ഭയങ്കര ചൂടും വെയിലും ആയിരിക്കണം. റെഡിയായി, ഇഷ്ടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. 5790 ഇത് തന്നെ. വെയിലോട് വിളയാടി. വേറെ പാട്ടൊന്നുമില്ല, പാടാൻ പറ്റുള്ളൂ ഈ വെയിലത്ത് അല്ലേ. ഓക്കെ പോവാ. അയ്യോ വെയിൽ സഹിക്കാൻ പറ്റില്ല. ബൈക്കിൽ ഇരുന്നപ്പോൾ ബട്ടക്സൊക്കെ വെന്ത് പോയിട്ടോ, ഒരു രക്ഷയില്ല. ഓക്കെ പോവാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് പേരാണ് ഗോസ്റ്റ് റൈഡർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കത്തുന്ന ബൈക്ക് അല്ലേ. ഈ അടിക്കുന്ന വെയിൽ തീ കത്തയാണ് ദേഹം കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഗോസ്റ്റ് റൈഡർ അല്ലേ, ഗോസ്റ്റ് റൈഡർ. വാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ചെറമുക്കാണ്, മണക്കാട് ചെറമുക്ക്. ഇവിടുന്ന് 1.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ആപ്പിൾ മൊജിറ്റോ, ഫാഷൻ ഫ്രൂട്ട് മൊജിറ്റോ, വാട്ടർമെലൺ ജ്യൂസാണ്. മൊജിറ്റോ ആണോ മൊയ്റ്റോ ആണോ യഥാർത്ഥ പ്രൊണൗൺസേഷൻ? മൊയ്റ്റോ ആണ് ചില ആൾക്കാർ പറയണത്. ശരി, എന്തെങ്കിലും ആവട്ടെ. പപ്പ ഓ സഹിക്കാൻ പറ്റുള്ള ദൈവമേ. ഒരു പാക്കറ്റ് ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ എടുത്ത് കുളിക്കായിരുന്നല്ലേ, അങ്ങനെ എടുത്ത്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത് അല്ലേ. 1 മിനിറ്റ് മാപ്പ് നോക്കിക്കോട്ടെ. ഞാൻ പാട്ടിന് വെക്കൊണ്ടിരിക്കണം. ഫോൺ എടുത്ത് വയ്ക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് വെയിലാണ്. ഫോണൊക്കെ പഴുത്തു. ലാസ്റ്റ് മദർ ബോർഡ് അടിച്ച് പോകണമെങ്കിൽ ലാസ്റ്റ് എന്ത് പൈസ കുറച്ച് അങ്ങോട്ട് പോകണമായിരുന്നു. സുഖമാണോ? ആര്? അക്കുവാ? അത് പയ്യൻ അറിഞ്ഞിട്ടല്ലോ. ഫോൺ കാണിച്ചാ
നീയാ അടിപൊളി നമ്മളെ പയ്യ എബി ലൈഫ് അടിച്ചു പൊളിയാൻ കാഴ്ച പറ അത്ര ഉള്ളോ ഇതെന്ത് എക്സ് എന്ത് സുധീഷ് ചേട്ടാ എങ്ങനെയുണ്ട് ഓട്ടം കണ്ട് വെയിലുണ്ട് സൂപ്പറല്ലേ വെയിൽ ഒടുക്കത്ത വെയിൽ അല്ലേ ആട് ജീവിതം സിനിമ പോലെ നമ്മളെ സിനിമ എടുക്കണം സൊമാറ്റോ ജീവിതം അല്ലേ അപ്പോഴേ നമ്മളെ കഷ്ടപ്പെടാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് പിന്നെ അങ്ങോട്ട് ഓർഡർ അടിച്ച് അവിടെ അങ്ങോട്ട് പോകണത് കൊടുത്തിട്ട് വന്നതാ ഓർഡർ എടുത്ത് വന്നേ ഞാൻ ഇവിടെ ഇങ്ങോട്ട് തിരിയാനുള്ള ഇങ്ങോട്ട് പോയി കളഞ്ഞു മാപ്പ് നോക്കിയില്ല ഇവിടെ വയ്ക്കാൻ പറ്റില്ല കാരണം ഫോൺ പഴുത്തു ഞാൻ ഇവിടെ മണക്കാട് ചിറമുക്ക് അപ്പോൾ ടൂർ പോകണം മറ്റേ അന്ന് പറഞ്ഞ പോലെ കാറിൽ പോകാം ചില ഒന്ന് കാറിൽ പോകണം അല്ലെങ്കിൽ ബൈക്കിൽ പോകണം അല്ലേ ആ ബൈക്കിൽ പോകാന്നാ ഇപ്പോൾ ട്രിപ്പ് ഉണ്ട് നമ്മളെല്ലാം ചേർന്നിട്ട് അത് എൻ്റെ ഒരു കേസിൻ്റെ പേര് പോടാ സൂക്ഷിച്ച് പോകണം കേട്ടാ ഓക്കെ ഇതൊക്കെ നമ്മൾ ആ കൂട്ടുകാരന്മാർ തന്നെ നമ്മൾ LAPG ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് പുള്ളിയുടെ പേര് എബിയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടെ എങ്ങനെ വെച്ച് കാണും ഓക്കെ നമ്മൾ ബാക്കിലാണ് പോകേണ്ടത് കുറച്ച് ഫ്രണ്ടിലായിപ്പോയി അയ്യോ റോഡ് മോശമാണല്ലോ വണ്ടി പഞ്ചറാവോ എയർ ചെക്ക് ചെയ്യണമല്ലോ എയർ ചെക്ക് ചെയ്ത് മാസങ്ങളായി എയർ കാണുമായിരിക്കും അല്ലേ ഒരു മിനിറ്റ് വണ്ടി ഒതുക്കിയിട്ട് നോക്കാം ഇല്ലെങ്കിൽ ശരിയാവില്ല ചെക്ക് ചെയ്യാൻ സമയമായി കേട്ടോ ശരിയാണ് ചെറിയ എയർ കുറവ് കുഴപ്പമില്ല ചെറുതായിട്ട് എയർ കുറവുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല ഓട് വൈകിട്ടാവട്ടെ അല്ലെങ്കിൽ ഓട്ടം കഴിഞ്ഞിട്ട് നമുക്ക് എയർ അടിച്ചേക്കാം ഇപ്പോൾ സമയമില്ല കമോൺ പോന്നാ എൻ്റെ പടിക്കറി കുറേ ദിവസമായില്ലേ ഇപ്പോൾ പെട്ടെന്ന് വെയിൽ പിടിക്കണില്ല അതും ഈ വെയിൽ ഭയങ്കര വെയിലാണ് കൂടിയ വെയിലല്ലേ 35 ഡിഗ്രി ഓക്കെ നമ്മളങ്ങനെ ചിറമുക്ക് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത് ഇവിടെ എവിടെയോ ലെഫ്റ്റ് വരുമല്ലോ ഓക്കെ ഇതായിരിക്കണം മാപ്പ് നോക്കിക്കോട്ടെ ഇവിടെ തന്നെ ഇവിടെയാണോ ഓക്കെ ഓക്കെ ശരി എന്നാൽ ഓക്കെ എന്നാൽ ഓക്കെ ടാറ്റ ടാറ്റാ ഓക്കെ അപ്പോൾ പോന്നാ അപ്പം ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 29 രൂപ 83 പൈസയാണ് അപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ എങ്ങോട്ട് അടുത്ത ഓർഡർ അടിച്ച് കൊള്ളാം സൂപ്പർ കുമാർ കഫയാ എൻ്റെ അമ്മോ ഓ എവിടെ ഓർഡർ അടിക്കുക പാടില്ല വിചാരിക്കുക അവിടെ തന്നെ ഓർഡർ അടിക്കുക എന്ത് ചെയ്യാൻ അങ്ങോട്ട് പോവാം വേറെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ കുമാർ കഫേ ഇവിടെ നിന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ നേരെ അവിടെ പോയി 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം വാ ഓക്കെ കുമാർ കഫേ എത്തിയിട്ടുണ്ട് റെഡിയായി ഓർഡർ എൻ്റെ അമ്മോ ഭാഗ്യം 4579 ഓക്കെ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഞാമാണ് ഇവിടെ നിന്ന് 5.4 കിലോമീറ്റർ ദൂരമുണ്ട് കൊണ്ടുപോകുന്ന ഐറ്റം ഫിഷ് പതിച്ചോറ് ഫിഷ് കറി മീൽസാണ് മണി ഇപ്പോൾ കാർ 2 മണി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ ക്ലൗഡുണ്ട് അതൊക്കെ മഴ തന്നെ ഒന്ന് പെട്ടെന്ന് പെയ്യണ്ണ പറ്റണില്ല ഭയങ്കര വെയിൽ ശ്വാസം കിട്ടണില്ല ഇതാണ് ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് ഇട്ടില്ലേ പെട്ടെന്ന് സെറ്റ് ആവണല്ലോ വെയിലുമായിട്ട് ശരിയാകും കുഴപ്പമില്ല ഓ ഇതാണ് പഴയ കാരക്ക മണ്ഡപം അല്ലേ ഇവിടെയാണ് വരേണ്ടത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് പുതിയ കാരക്ക മണ്ഡപം പിന്നെ വരുന്നത് പഴയ കാരക്ക മണ്ഡപം നമ്മൾ പോകേണ്ടത് പഴയ കാരക്ക മണ്ഡപത്തിലാണ് ഓക്കെ ലൊക്കേഷൻ എത്താറായി ഓക്കെ ശരിയാണ് ഇല്ല കുഴപ്പമില്ല ഓക്കെ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 67 രൂപ 30 പൈസയാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെയിൽ കുറയുന്നുണ്ട് ക്ലൗഡ് കയറി വരുമ്പോൾ ആ ക്ലൗഡ് ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കൊള്ളാം 2 പഴം കഴിച്ചിട്ട് പോകാം ഓർഡർ അടിച്ചല്ലോ ഓക്കെ റഹ്മത്ത് ഫാമിലി റെസ്റ്റോറൻറ്റ് എവിടെ ഇത് വെള്ളയാണില്ല ശരി വാ പഴം കഴിച്ചിട്ട് പോ കഴിക്കാൻ 3 പഴമേ എത്ര അത് 10 രൂപ സൊമാറ്റോ വർക്ക് ഇത് ക്യാമറ വ്ളോഗ് യൂട്യൂബ് ഉണ്ട് രണ്ടും കൂടെ ഓക്കെ ശരി എന്നാൽ ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ആഹാരങ്ങൾ അല്ലേ ഇടയ്ക്കിടയ്ക്ക് പഴം കഴിച്ചോണം നല്ലതാണ് ഭയങ്കര വിശപ്പല്ല ഒരു വിശപ്പുണ്ട് വെള്ളം ദാഹമുണ്ട് അപ്പം അങ്ങനെയാകുമ്പോൾ പഴമാണ് ബെസ്റ്റ് ഈ ചൂട് സമയത്തല്ലേ അപ്പോൾ പഴം കഴിച്ച് കഴിഞ്ഞ് പോന്നാ വാ ഇതാര് ബാക്കി സ്പീഡിൽ പറഞ്ഞു റോബിനോറാ ഓ പറക്ക തന്നെ നമ്മളങ്ങനെ റഹ്മത്ത് എത്തിയിട്ടുണ്ട് ഇത് അപ്പുറത്താണ് റൈറ്റ് സൈഡിലായിട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുമോ ഓക്കെ റെഡി ആയിട്ടുണ്ട് ഓർഡർ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഓക്കെ
ഓർഡർ പിക്കഡ്. അപ്പോൾ ഓക്കെ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം തൃക്കണ്ണാപുരമാണ്. ഇവിടുത്തെ 3.1 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം പൊറോട്ട ആൻഡ് ഗോബി മഞ്ചൂരിയനാണ്. മണി ഇപ്പോൾ കറക്റ്റ് 2:30 മണി ആവാറായി. ഇപ്പോൾ 1/2 മണിക്കൂർ സമയമുള്ളൂ. 1/2 മണിക്കൂറിൽ 2 ഓർഡർ അടിച്ചാൽ കൊള്ളായിരുന്നു. ശരി നോക്കാം. മാക്സിമം ഫ്രൂട്ട്സും വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ദേഹത്ത്. അപ്പോഴേ നമുക്ക് ഈ വെയിലത്ത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി കംപ്ലീറ്റ് ഡാമേജ് ആവും, പല അസുഖങ്ങളുണ്ടാവും അല്ലേ. നമ്മുടെ ദേഹത്ത് ജലാംശങ്ങൾ കുറയാൻ പാടില്ല. അത് കറക്റ്റ് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ മെസ്സേജ്. നമ്മളങ്ങനെ തൃക്കണ്ണാപുരം പാലത്തിലുണ്ട്. ഇവിടെ കാണിച്ചു തരണോ? ഇവിടെ കാണിക്കായിട്ടൊന്നുമില്ല. താഴെ കൂടെ ഒരു നദി ഓടുന്നു, അത്ര തന്നെ. വെള്ളമുണ്ട്, കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ വെള്ളം കാണുമ്പോഴേ ചാടി കുളിക്കാൻ തോന്നുന്നു. ഇറങ്ങി സംഭാരം കുടിക്കാൻ അതിലെ കൊതിയാവണം. സംഭാരം കുടിക്കാൻ കൊതിയാവണം, നാരങ്ങ വെള്ളം കുടിക്കാൻ കൊതിയാവണം, തണ്ണിമ്പത്തെ വെള്ളം കുടിക്കാൻ കൊതിയാവണം, മൊത്തത്തിൽ വെള്ളം കുടിക്കാൻ കൊതിയാവണം. അത്ര അല്ലേ. ഓക്കെ, ലൊക്കേഷൻ താറായി. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഇവിടെ തന്നെ കാണിക്കുന്നത്. സൂപ്പർ ഏരിയ, അടിപൊളി. ആഹാ, ഇതുപോലത്തെ ഏരിയയിലാണ് ഓർഡർ കൊടുക്കേണ്ടത്. തണലാണ് മരം മൊത്തം. ഇവിടെയാണോ? ഇവിടെ അല്ലേ? ആരാണ്? ഒരു മിനിറ്റ്. ഓക്കെ, ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 33.92 രൂപ. അപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം തൃക്കണ്ണാപുരമാണ്. നേരെ പോയ കുന്നപ്പുഴ, അവിടെ നിന്ന് തിരുമല പോകാം. വാ, വെള്ളം കുടിച്ചിട്ട് പോലെ. ലൈം ജ്യൂസ് ഉണ്ടോ ചോദിച്ചത്? ലൈം ജ്യൂസ് ഉണ്ടോ? അപ്പോൾ ഓക്കെ പോകാം. ഞാൻ ലൈം ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. വെള്ളം ദാഹം തീർന്ന് ക്ഷീണം കുറച്ച് കുറവുണ്ട്. നല്ല ടേസ്റ്റാണ്, സൂപ്പറായിരുന്നു. വലിയ തണുപ്പൊന്നുമില്ല, കറക്റ്റ് തണുപ്പായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം. നമ്മൾ ഈ വെള്ളം ദാഹിച്ച് ജ്യൂസ് കുടിക്കുന്ന നേരത്തെ എന്ത് സുഖമെന്ന് പറയുമ്പോൾ ആ വെള്ളം തൊണ്ടയ്ക്കകത്ത് കയറുമ്പോൾ. അപ്പോൾ ലൈം ജ്യൂസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോകാം, തിരുമല പോലെ. മണി ഇപ്പോൾ കാരണം 2:45 മണിയായി. ഇനി അടുത്ത ഒരു ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഓർഡർ അടിച്ചിട്ട് നേരെ കൊടുത്തിട്ട് വീട്ടിൽ പോകാം അല്ലേ. നമ്മളങ്ങനെ തിരുമല എത്തിയിട്ടുണ്ട്. അടുത്ത ഓർഡർ അടിച്ച് നോട്ട് ഇവിടെയാണെന്ന്. അസീസ് തിരുമല പൂജപ്പുര അടുത്തിന്. ചത്തല്ലേ? അയ്യോ, ഇപ്പോൾ വീണല്ലേ കുറച്ച് മുമ്പ് അല്ലേ? അയ്യോ പാവം. ചിലപ്പോൾ അടിച്ചാൽ ജീവൻ വരും അല്ലേ? എന്നെങ്കിൽ അതാ ജീവൻ ഉണ്ടെന്ന് തോന്നല്ലേ? ഉണ്ടാ ഇല്ല അല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ചത്ത് കാണോ കയറി? സത്യം പറഞ്ഞാൽ ഈ ചാണ്ട് ചെയ്യണം നല്ല കാര്യമാണ്. കാരണം ഇന്നലെ ഇതുപോലെ കാക്ക ഇതേപോലെ അല്ലേ ഷോക്ക് അടിച്ച് കിടന്ന സമയത്ത് ആടി കൊടുത്ത് രക്ഷപ്പെടുത്തി. സത്യം പറഞ്ഞാൽ പിന്നെ പറഞ്ഞു അല്ലേ? ഓക്കെ. അല്ല, അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷികളോ പ്രാവോ എന്തെങ്കിലും വീണിടന്നു കഴിഞ്ഞാൽ അടിച്ചാൽ മതി. ഇങ്ങനെ ജീവൻ ഉണ്ടെങ്കിൽ വരും അല്ലേ? 10 തവണ അടിക്കുമ്പോൾ 15 സമയത്ത് ജീവൻ വരും, ശ്വാസം വരും. ഓ, ഇതിപ്പോൾ ആള് പോയിട്ടാ, രക്ഷപ്പെടുത്താൻ പറ്റൂല. ഒരാഴ്ച മുമ്പ് ആ ഓ, നിങ്ങൾ പഞ്ചർ ഓടിക്കുന്ന ആളാണോ? മൊബൈൽ പഞ്ചറിൻ്റെ ആളാണ്. ശരി ശരി ശരി. സഹായിക്കാനില്ല. പിന്നെ 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 നല്ല കാര്യമില്ലേ? ഞാൻ ഉടനെ തന്നെ ഓടി വണ്ടികൾ അങ്ങോട്ട് മാറ്റി ചെറിയ പിടിച്ചെടുത്തപ്പോഴേ ചെറിയൊരാണ് അനക്കൊണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ തട്ടി 10 തവണ അവിടെ മാറി തട്ടി ഇടിച്ചിട്ട് വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ ആൾറെഡിയായി. അപ്പോൾ പിന്നെ അവിടെ കൊണ്ട് വെച്ച് കൊടുത്തു. പറഞ്ഞു ഇത് വയസ്സായ കാക്കയാണ്, പ്രായം ചെന്ന കാക്ക. അതുകൊണ്ട് ഇതിന് അതിൻ്റെ മക്കളെയൊക്കെ പ്രസവിച്ച് അതിൻ്റെ കുട്ടികളുമായി പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് പെൺകാക്കയാണ്. പെണ്ണാണല്ലേ? പെണ്ണാണ്. ഓക്കെ ഓക്കെ. മക്കളും കുട്ടികളൊക്കെ ആയി അവരെ മക്കളെയും കെട്ടിച്ചോട്ട് ഓ അങ്ങനെ അങ്ങനെ ഒരു തലമുറ അവരെ കുട്ടികളൊക്കെ ഇത് വയസ്സായി വയസ്സായപ്പോൾ അത് സാധാരണ ഇരിക്കും. അങ്ങനെ വന്നപ്പോൾ ചിറകുകൾ തമ്മിൽ 2 ലൈനിൽ മുട്ടിയിരുന്നു. മുട്ടിയപ്പോൾ തന്നെ അത് ചെറിയ ഷോക്ക് അടിച്ചപ്പോൾ ആള് പോയി. കാര്യം ഇത് ഭയങ്കര 1000 പവർ കമ്പിയാണ് തന്നെ അല്ലേ? ഓ, അപ്പോൾ അത് നല്ല കാര്യം. കൈ വിടുക അതൊക്കെ അതുപോലെ കാര്യങ്ങൾ ചെയ്യണം, എല്ലാവരും ചെയ്യണം അല്ലേ? അതാണ് സത്യം പറഞ്ഞാൽ. ഞാനായാലും അടിച്ചു പോയി ചില സമയത്ത് നമ്മൾ ജോലി തിരക്കില്ലേ. പിന്നെ പിന്നെ മനസ്സാക്ഷി ഇല്ലാതെ തന്നെ. എല്ലാവരും ഒന്ന് തന്നെയല്ലേ? മനുഷ്യരായാലും മൃഗങ്ങളായാലും എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ 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 നല്ല കാര്യം അതൊക്കെ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാം. അപ്പം ഓക്കെ, ഇതെന്തായാലും ആൾ പോയല്ലോ, ഇനി അവിടെ ഇട്ടായുണ്ടല്ലേ? ശരി ശരി. ഓക്കെ 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 താങ്ക്സ്. അതൊക്കെ നല്ല മനുഷ്യരാണ് ഇതൊക്കെ. ഇതുപോലത്തെ നല്ല മനുഷ്യരുള്ളതുകൊണ്ടാണ് ഈ ലോകത്ത് കുറച്ച് മഴയൊക്കെ പെയ്യണം, മനസ്സിലായ? உங்களை மாதிரி மனுஷன்லாம் இருக்கனாலதான் கொஞ்சமாச்சும் மழை பெய்யுது. என்ன மனுஷன்? അപ്പോൾ പോന്നാ
ഓക്കെ, അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് നേരെ പോകേണ്ട അസീസ് റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ ഇവിടെ അടുത്തില്ല, തിരുമല ഡെയിലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റെഡിയായി. ഓക്കെ, അപ്പോൾ പോകാൻ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഓർഡർ. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേടാണ്. ഇവിടെ 3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ഫ്രൈ പൊറോട്ടയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 3 മണിയായിട്ടുണ്ട്. അപ്പോൾ 3 മണിയാകുമ്പോൾ നമ്മൾ ആപ്പ് ഓഫ്ലൈനിലാവും. ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിൽ പോയി ഫുഡും കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത 5 മണിക്ക് ഇറങ്ങണം. 5 മണിക്കോ 6 മണിക്ക് ഇറങ്ങണം. ആ കാക്ക പാവല്ലേ, ആ പുള്ളിക്കാരെ കുറേ ശ്രമിച്ചായിരുന്നു രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിപ്പോൾ എത്ര അതിൻ്റെ ആയുസ് തീർന്നു. അത് വയസ്സായ കാക്കയാണെന്ന്. കുറച്ച് ചെറുപ്പമായ കാക്കയാണ് രക്ഷപ്പെടുത്തായിരുന്നു. അതുകൊണ്ട് ഈ പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും സേഫ്റ്റി കുറവാണ്. മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ളു, സത്യം പറയാമല്ലോ. അവർക്ക് വീടുണ്ട്, സമയത്തിന് ഭക്ഷണമുണ്ട്, ഉറക്കമുണ്ട്. പക്ഷേ മൃഗങ്ങൾക്ക് അങ്ങനെയില്ല. ഒരു ഗ്യാരണ്ടി ഇല്ല ലൈഫിൽ. ഓരോ ദിവസവും എപ്പോൾ മരിക്കുമെന്ന് പറയാൻ പറ്റൂലല്ലേ. ഇപ്പോൾ മനുഷ്യർക്കായാലും നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ സേഫ്റ്റിയാണ്. നമ്മൾ ബൈക്ക് എടുത്ത് പുറത്തിറങ്ങി തിരിച്ച് വീടെത്തും വരെ അൺസേഫാണ്. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണം എന്ത് സംഭവിക്കാം. അങ്ങനത്തെ ലൈഫാണ് നമ്മുടെ ലൈഫ്. അതുകൊണ്ട് മാക്സിമം ഇരിക്കും വരെ എൻജോയ് ചെയ്യുക. ലൈഫ് അടിച്ച് പൊളിക്കാൻ നോക്കുക. പണമല്ല സന്തോഷം തരുന്നത്, മനസ്സാണ് സന്തോഷം തരുന്നത്. ആ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രം മതി അല്ലേ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം, അത്ര അല്ലേ, പറഞ്ഞില്ലല്ലോ പറയാം. ഓക്കെ, ഇപ്പോൾ ലൊക്കേഷൻ എത്താറായി. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. ഓക്കെ, ഇതാണ് കസ്റ്റമർ ലൊക്കേഷൻ. ഇവിടെയാണോ? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 33.28 പൈസയാണ്. ഇപ്പോൾ സൊമാറ്റോ ആപ്പ് ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നേരെ വീട്ടിൽ പോകാം, വേറെ നീലല്ലേ പറയാനായിട്ട്. ഓക്കെ, നമ്മളങ്ങനെ വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വീട്ടിൽ കയറി വയ്യ, ചൂട് സഹിക്കാൻ പറ്റില്ല. വെയിൽ എൻ്റെ അപ്പോൾ സമയത്ത് കറക്റ്റ് പഴം കഴിച്ചുകൊണ്ടും നാരങ്ങളെ കുടിച്ചുകൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ തളർന്നേനെ അല്ലേ. ഓക്കെ, അപ്പോൾ ചോറ് കഴിക്കാം സമയമായിട്ടുണ്ട്. മണി ഇപ്പോൾ 4 മണിയാണ്. വിശപ്പൊന്നുമില്ല. വെള്ളവും പഴവും കഴിച്ചപ്പോൾ തന്നെ എല്ലാം നിറഞ്ഞു അല്ലേ, വയറ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ ചോറൊന്നും വേണ്ടെന്നായിപ്പോയി. വെറും വെള്ളം മതി. ഫ്രൂട്ട് ജ്യൂസ്, നാരങ്ങ വെള്ളം, പിന്നെ ഇതുപോലെ പഴങ്ങൾ കഴിച്ചാൽ മതി ആയിപ്പോയി. അതുകൊണ്ട് ചോറ് കഴിക്കാൻ തോന്നില്ല. ഇനി കഴിച്ചില്ലേ പറ്റൂ, അല്ലേ കഴിച്ചില്ലേ ശരിയാവില്ല. ചോറ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞത് പുളിശ്ശേരി, ചുണ്ട തോരൻ, വാഴയ്ക്ക തോരൻ, വെണ്ടയ്ക്ക തോരൻ, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടാ, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ട്, പപ്പടം, പിന്നെ ചെമ്പാരി ചോറ് അല്ലേ, പിന്നെ അച്ചാറുണ്ട്, തക്കളി അച്ചാർ. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റങ്ങളൊക്കെ. അപ്പോൾ കഴിക്കാന്നാ. അപ്പോൾ കഴിക്കാൻ മുമ്പായിട്ട് കണക്കും കാര്യങ്ങൾ തന്നെ പറയണ്ടേ. അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം 7 ഓർഡർ, മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 441 രൂപ 25 പൈസ. മൊത്തം ഓടി കിലോമീറ്റർ ഒരു 50 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിക്കണം. അപ്പോൾ വൈകിട്ട് ഓടിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു 1000 മാൾ കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇൻസെൻറ്റീവ് അടിച്ചല്ലോ. ഇൻസെൻറ്റീവ് 120 അടിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് ഓടുമ്പോൾ ഒരു 300 മാൾ ഇൻസെൻറ്റീവ് അടിക്കും മൊത്തത്തിൽ. അപ്പം 300 ഇൻസെൻറ്റീവ് പോയിട്ട് 1000 കൈ വരുമായിരിക്കും. ഇതാണ് എൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ കഴിക്കാം. പുളിശ്ശേരി അല്ലേ, എന്ത് പുളിശ്ശേരി വേണിത്? വെള്ളരിക്ക പുളിശ്ശേരിയാ. ഓക്കെ, കഴിച്ചിട്ടുണ്ട്. ഇനി വരവണം, നല്ലൊന്ന് വരവണം സൂപ്പറായിട്ട്. വേദവി എന്നിട്ട് ചെറിയ കുഴി കുഴിക്കണം. അതിൻ്റെ അകത്ത് ഈ സംഭവം ഉണ്ടല്ലോ, എന്തോന്നത് വാഴയ്ക്കത്തോര എടുക്കുക, കുഴിക്കകത്ത് വയ്ക്കുക. പിന്നെ വന്നിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ട് എടുക്കുക, അതും കുഴിക്കകത്ത് വയ്ക്കുക. പിന്നെ ഈ കുഴി ഒന്നും മൂടുക അല്ലേ, അതിൻ്റെ ഒരു ഉരുണ്ട ഷേപ്പിലാക്കി എടുക്കണം. എടുത്തിട്ട് സംഭവം പൊളിയാണ്, അടിപൊളി. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഉപ്പിടണം, അപ്പം ശരിയാവും. അപ്പം അത്ര തന്നെ എന്ത് ചെയ്യാം, വേറൊന്നും പറയാനില്ലല്ലോ. വേറൊന്നും പറയാനില്ല. അപ്പം എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പം ലൈഫ് അടിച്ച് പൊളിക്കണം. ഗായ്സ്, കമോൺ ഗായ്സ്, കട്ടയ്ക്ക് നിൽക്കണം. ബാ നീ ഇത് പറഞ്ഞില്ലേ സാർ? ഞാൻ അവിടെ നിന്ന് പറയും, വൈഷൂട്ടി അവിടെ നിന്ന് പറയും. പറഞ്ഞ ശരി, ഓക്കെ.